ഹായ് മക്കളെ, SSLC റിസൾട്ട് ഇന്ന് വന്നു. കുറേ പേർക്ക് ഫുൾ A+ ഉണ്ട്. 70,000-ഓളം പേർക്ക് ഫുൾ A+. A+ കിട്ടിയവരുണ്ടാകും, കിട്ടാത്തവരുണ്ടാകാം. 4,27,000-അടുത്ത ആളുകൾ തന്നെ വിജയിച്ചിട്ടുണ്ട്. 99.67% വിജയമുണ്ട്. എനിക്കിപ്പോൾ A+ കിട്ടിയവരോടും A+ കിട്ടാത്തവരോടും ഒക്കെയാണ് പറയാനുള്ളത്. ആദ്യം A+ കിട്ടാത്തവർ, സങ്കടപ്പെടുന്നവരോട് പറയാം. ചെറിയ കാരണങ്ങളാൽ ചിലപ്പോൾ ഒരു A+ പോയവർ, 2 A+ പോയവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരിക്കും. സങ്കടത്തിൻ്റെ സെൻസ് അവർ നന്നായി പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ അതിന് A+ അവർ വിചാരിച്ചത്രയും പെർഫോം ചെയ്യാൻ, എക്സാമിന് പെർഫോം ചെയ്യാൻ, അല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം. അപ്പോൾ അതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഒരു എക്സാമ്പിൾ, ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് എന്നെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാര്യം എനിക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ലാംഗ്വേജ് ഒക്കെയാണ് ബേസിക്കലി എനിക്ക് അത്ര എഴുതി പിടിപ്പിക്കാനുള്ള കഴിവില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ അതിനൊന്നും A+ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സയൻസും മാത്സും ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നതായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഒന്നും ഞാൻ ആഗ്രഹിച്ചൊരു സ്കൂൾ ഉണ്ടായിരുന്നു, അതെനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷെ പിന്നീട് എനിക്കൊരു വാശി തുടങ്ങി. അതായത് 10 +1 +2 സമയം നന്നായി പഠിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് മുമ്പോട്ട് പോകണമെന്നുള്ള രീതിയിൽ പിന്നീട് ഭയങ്കരമായി ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇനി +2 എത്തിക്കഴിഞ്ഞപ്പോൾ +2 എനിക്ക് ഫുൾ A+ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് 99.something% മാർക്ക് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ലാംഗ്വേജ് A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ A+കളുടെ കണക്കാണല്ലോ ഇപ്പോൾ എടുക്കുക. അപ്പം ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ MBBS നീറ്റ് എക്സാമിന് വേണ്ടി, അല്ലെങ്കിൽ അന്നത്തെ എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് 91 റാങ്ക് വാങ്ങി, MBBS ക്രാക്ക് ചെയ്തു. എന്നിട്ട് സൈലം എന്ന ഈ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് ഇത്രയധികം ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് ഈ A+ ഒന്നും ഇല്ലാതെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എൻ്റെ A+ കുറിച്ച് ആലോചിക്കുന്നത്. അല്ലാതെ എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ ഇത്ര A+ ഉള്ള ആളാണോ, അല്ലെങ്കിൽ SSLCയിൽ ഇത്ര A+ ഉണ്ടായിരുന്നുള്ളൂ, +2 ഇത്ര A+ ഉള്ള ഡോക്ടർ എന്ന് നിങ്ങൾ എന്നോട് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ഞാൻ MBBS കഴിഞ്ഞു, ഡോക്ടറായി എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര A+ ഉള്ള ഡോക്ടറാണെന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ? ഒരിക്കലും അന്വേഷിക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഞാൻ സൈലത്തിന്റെ CEO ആണ് എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ ഇത്ര A+ ഉള്ള CEO ആണ് എന്ന് തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരും പറയില്ല. അതായത് നിങ്ങൾ എപ്പോഴും ഇപ്പം ഒരു പരാജയം സംഭവിച്ചു, അത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്ത കൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ A+ കിട്ടിയോണ്ട് അത്രയും ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ദിവസം ഒരു നെഗറ്റീവ് സംഭവിച്ചത് കൊണ്ടാകാൻ നിങ്ങൾക്ക് കിട്ടാതെ പോയത്. പക്ഷെ ഇതൊന്നിന്റെ അവസാനമല്ല. ഇനി നിങ്ങൾക്ക് ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങൾക്കൊരു സ്കൂൾ കിട്ടുന്നു, ചിലപ്പോൾ ആ സ്കൂൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വേറൊരു സ്കൂൾ കിട്ടും, അതേ സ്കൂളിൽ നിങ്ങൾക്ക് ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് Kings 11 ബാച്ചുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതേ അവിടെ ഒന്നും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ A+ ഉള്ളവരെ മാത്രമല്ല ഞങ്ങൾ എന്ത് ചെയ്യുക, അഗ്നി ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ Kings 11 ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കുക. നിങ്ങൾക്ക് അതേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ കിട്ടുന്നത്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് അത് A+ കിട്ടിയവനും കിട്ടാത്തവനും അതേ ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്യുക, ഓൺലൈനിൽ കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്കൂളിൽ കിട്ടിയില്ലായിരിക്കാം, പക്ഷെ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ ഇനിയുള്ള സമയം പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യം, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു എഞ്ചിനീയർ ആവണം, നിങ്ങൾക്കിപ്പോൾ ഒരു IAS ഓഫീസർ ആവണം, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്ത് പോയാൽ ഇപ്പോൾ വന്ന നിങ്ങളുടെ ഫെയിലിയർ, ആ സക്സസ് ഈ ഫെയിലിയറിനെയൊക്കെ ഇല്ലാതാക്കും. അത് ആ സക്സസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആരും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ഇതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അന്ന് ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് കഴിവില്ലാത്ത ആളാണ്, എനിക്കിതൊന്നും നേടാൻ പറ്റില്ല എന്ന് തോന്നലിൽ ഞാൻ ഇതൊക്കെ നിർത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായത് ഞാൻ എത്തേണ്ട അടുത്ത് എത്തുമെന്ന്. എൻ്റെ ആ ഒരു തോന്നലിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയാണ് എൻ്റെ ഈ ഒരു വിജയത്തിന്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. എനിക്കൊന്ന് മനസ്സിലായി, ആ പരാജയം എന്ന് പറയുന്നത് വെറും ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് അതിനേക്കാൾ വലിയ വിജയം, പെർമനന്റ് ആയിട്ടുള്ള വിജയങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കൃത്യമായ ബോധ്യമാണ് എന്നെ മുമ്പോട്ട് നയിച്ചതും ഈ വിജയങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഞാൻ എല്ലാം നേടിയെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ചെറിയ എൻ്റെ വിജയങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു പരാജയം ഒരു കാരണം തന്നെയായിരുന്നു. അപ്പം ഇപ്പൊ പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന സമയങ്ങൾ, ഇനി വരുന്ന വർഷങ്ങൾ ആണ് നിങ്ങളുടെ ലൈഫിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കുഞ്ഞ് ഒരു ചെറിയ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വലിയ വിജയങ്ങളിലേക്കുള്ള യാത്രയാണെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ച് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുക. ഇനി A+ കിട്ടിയവരോട്, മക്കളെ, വെറും തുടക്കം മാത്രമാണ്. നിങ്ങളെ പോലെയുള്ള 75,000-ഓളം ആളുകൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ല കിട്ടിയത്, അത്രയധികം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരാൾ മാത്രമാണ് നിങ്ങൾ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള പരീക്ഷകൾ, മുമ്പോട്ട് പോകുമ്പോഴുള്ള എക്സാമുകൾ ആണ് നിങ്ങളുടെ ജീവിതത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എക്സാം കൊണ്ട് ആകെ നിങ്ങൾക്കൊരു സ്കൂൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കിട്ടുമായിരിക്കും. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ തരില്ല. ഇത് ജീവിതത്തിൽ ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ജീവിതത്തിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നീറ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഡോക്ടറായോ,
JEE കഴിഞ്ഞ് എഞ്ചിനീയർ ആയോ, IAS ഇന്റർവ്യൂ പാസ്സായ IAS ഓഫീസർ ആയോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു അഡ്വക്കേറ്റ് ആയോ, നിങ്ങൾക്ക് നല്ല സ്കില്ലുള്ള ആളാണോ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫിൽ. അതിലേക്കുള്ള യാത്രയിലെ ഒരു ആദ്യ സ്റ്റെപ്പ് മാത്രമാണിത്. ആ യാത്രയിലേക്ക് നിങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വിജയത്തിൽ ഇങ്ങനെ ചില ആളുകളുണ്ട്, ഒന്ന് സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിട്ട് ഞാൻ സംഭവമായി, ഞാൻ ഇതായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ കറക്റ്റ് ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാതെ +1 ഒക്കെ നന്നായിട്ട് ഉഴപ്പി മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് കൃത്യമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ഇതൊരു തുടക്കം മാത്രമാണെന്ന്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ലൈഫിൽ നേടണം അല്ലെ. A+ കിട്ടിയാൽ നേടുകയില്ല എന്നല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തുടരാൻ വേണ്ടി പറ്റണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വിനയത്തോടു കൂടി എനിക്കിത് കിട്ടി, ഞാൻ A+ കിട്ടി, ഞാൻ വലിയ സംഭവം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ വിനയത്തോടു കൂടി നമുക്ക് കിട്ടി, ഓക്കെ എനിക്കിനി അടുത്ത് കിട്ടണം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ എത്തുക എന്നുള്ളതാണ്, എൻ്റെ ലക്ഷ്യം അതാണ്, അവിടേക്ക് പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വെച്ചു, ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ വെക്കാനുണ്ട്. അപ്പൊ അതിന് എനിക്ക് എന്ത് ചെയ്യണം, എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹം വേണം, എല്ലാവരും കൂടെ നിന്നാൽ മാത്രം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. നിങ്ങളുടെ വീട്ടുകാർ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മുമ്പോട്ട് പോകുമ്പോഴും അവരുടെ സപ്പോർട്ട് എനിക്ക് വേണം, എല്ലാവരുടെയും വേണം, ഫ്രണ്ട്സിന്റെ, ടീച്ചേഴ്സിന്റെ, എല്ലാവരും അത്രയും വിനയത്തോടു കൂടി സന്തോഷത്തോടു കൂടി അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ എവിടെ എത്തിച്ചേരണമെങ്കിലും അതിന് നിങ്ങളോടൊപ്പം എന്തുണ്ടാകും, സൈലം ഉണ്ടാകും, ഞങ്ങളുണ്ടാകും. ഇപ്പൊ തന്നെ ഞങ്ങൾ ലിസ്റ്റ് ഇപ്പൊ ഈ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ നോക്കിയപ്പോഴത്തേക്ക് 5000-ഓളം ഫുൾ A+കാരെ ഞങ്ങളുടെ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സൈലത്തിൽ പഠിച്ചവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അസ്ട്രാ ബാച്ച്. അത്രയധികം വിജയം ഉണ്ടാക്കിയെടുക്കാൻ സൈലത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഇപ്പം ഷായി സാറ് കുറെ മെസ്സേജ് ഗ്രൂപ്പിലിട്ട് ഞാൻ കണ്ടു, നല്ല നല്ല മെസ്സേജുകൾ കണ്ടപ്പോഴത്തേക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുറെ ആളുകൾ. അപ്പൊ അവർക്ക് സംബന്ധിച്ചിടത്തോളം പാസ്സാകുക തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതുപോലെ ക്ലാസ്സുകൾ കണ്ട് SSLC നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് പാസ്സായ കഥകളൊക്കെ വായിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ അതൊക്കെയാണ് സൈലത്തിന്റെ വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പം വിജയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓവർ എക്സൈറ്റഡ് ആയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകാതെ, പരാജയത്തിൽ സങ്കടപ്പെടാതെ, ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു യാത്രയിലെ ഒരു പാഠം മാത്രമാണെന്ന് മനസ്സിലാക്കി അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുക. നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തും മക്കളെ, നമ്മളും കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.